അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാനയെക്കുറിച്ച് അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള പ്രധാന പോയിന്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇന്ന് നമുക്കതിലും കാനയെ ഒരു വിശദീകരണമായിട്ടൊരു പഠനം തന്നെ നടത്തണം. കാനയും കാനയുടെ സുഹൃത്തുക്കളും എന്ന് പറഞ്ഞത്, കാനയും കാനയുടെ സഹോദരിമാരും അഹവാത്താണ്. ഇഹ്വത്തല്ല, അഹവാത്ത്, സഹോദരിമാരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കാനയെ പറ്റി പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു മുബത്തദയും ഖബറുമായ ജുംലത്തുൻ ഇസ്മിയ അത് കാനയിൽ പ്രവേശിച്ചാൽ ആ മുബത്തദ മാറിയിട്ട് കാനയുടെ ഇസ്മായിട്ട് മാറും. അതുപോലെ തന്നെ മുമ്പ് ഖബർ എന്നുള്ളത് ഇവിടെ കാനയുടെ ഖബറായിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ മുമ്പ് മുബത്തദയും ഖബറും റഫ് ആയിരുന്നു, അതിനി കാനയുടെ കൂടെ വരുമ്പോൾ ഇസ്മായി, കാനയുടെ ഇസ്മായി വരലോടൊപ്പം തന്നെ അതിനിക്ക് റഫും ചെയ്യും. എന്നാൽ മുമ്പ് ഖബറായത് കാനയുടെ ഖബറായി മാറുമ്പോൾ അതിന് നസ്ബും കൊടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും വിഷയങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ വിശദമായിട്ടുള്ള പഠനങ്ങൾ നമുക്ക് നോക്കാം. അസ്സിഹാമു ഷദീദുൻ, തിരക്ക് കൂടുതലാണ്. ഓക്കെ, തിരക്ക് കൂടുതലാണ്. സിഹാം എന്ന് പറഞ്ഞാൽ തിരക്ക്, ഷദീദ് എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളതാണ് എന്നർത്ഥം. തിരക്ക് അതിശക്തമാണ് എന്നർത്ഥത്തിനേക്കാണ്. അപ്പോൾ ഇനി പറയണേ, അങ്ങനെ തിരക്ക് ശക്തമായിരുന്നു എന്ന് പറയണമെങ്കിലോ കാന സിഹാമു ഷദീദൻ. മുമ്പ് ഇവിടെ അസിഹാമു ഷദീദാണ്, തിരക്ക് ശക്തമാണ് എന്നേ കിട്ടുള്ളൂ. ഇനി മുമ്പ് തിരക്ക് ശക്തമായിരുന്നു, ഇപ്പോൾ ആളൊന്നുമില്ല എന്നർത്ഥത്തിനേക്കാണെങ്കിൽ കാന സിഹാമു ഷദീദൻ, തിരക്ക് അതിശക്തമായിരുന്നു, ആയിരുന്നു. കാനയുടെ അർത്ഥമാണ് ആയിരുന്നു. അതുപോലെ തന്നെ അൽ ബൈത്തു നളീഫുൻ, വീട് വൃത്തിയുള്ളതാകുന്നു എന്ന് പറയാണ്. വീട് വൃത്തിയുള്ളതാകുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇനി നമുക്ക് പറയണം എന്ത്, വീട് വൃത്തിയുള്ളത് ആയിരുന്നു എന്ന് പറയണമെങ്കിലോ കാനൽ ബൈത്തു നളീഫൻ, വീട് വൃത്തിയുള്ളതായിരുന്നു. കാന ഉണ്ടോ. അപ്പോൾ മാറ്റങ്ങൾ നോക്കുക. അസ്സിഹാമു ഷദീദ് എന്നുള്ളത് രണ്ടും റഫ് ആണ് അല്ലേ, മുബത്തദയും ഖബറും റഫ് ആണ്. അൽ ബൈത്തു നളീഫും മുബത്തദയും ഖബറും റഫ് തന്നെയാണ്. റഫ് പറഞ്ഞാൽ മർഫു ആണ് എന്നർത്ഥം, ഒമ്പുണ്ട് എന്നർത്ഥം. ഇനി അത് കാനയുടെ കൂടെ വരുമ്പോഴുള്ള മാറ്റങ്ങൾ നോക്കി. മുബത്തദ സിഹാം മുബത്തദ ആയിരുന്നു, ഇവിടെ എത്തിയപ്പോൾ അത് കാനയുടെ ഇസ്മായിട്ടോ, ഇസ്മ കാന എന്നാണ് പിന്നെ അതിനെ പറ്റി പറയുക. അത് രണ്ടിടത്തും സിഹാം എന്ന് റഫ്, അതുപോലെ ഇവിടെ റഫ് തന്നെയാണ്. എന്നാൽ ഷദീദൻ എന്നുള്ള മുമ്പ് ഖബറായിരുന്നു, ഇവിടെ കാനയുടെ കൂടെ വന്നപ്പോൾ ഷദീദൻ എന്നുള്ളത് കാനയുടെ ഖബറായി മാറി. അപ്പോൾ കാനയുടെ ഖബറായി മാറുമ്പോഴുള്ള മാറ്റം എന്താണ്, അതിലേക്ക് നസ്ബ് കൊടുക്കും എന്നുള്ളതാണ്. കാനൽ ബൈത്തും നദീഫും അതുപോലെ തന്നെ. ഓക്കെ, ഇനി അടുത്ത് കാനയുടെ ഒന്നാമത്തെ സഹോദരിയാണ് സോറ. സോറ സോറ പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറണം, അതിനേക്കാണ് സോറ എന്ന് പറയുക. ആയിത്തീരുക എന്ന് പറയും. നമ്മൾ പറയാറുണ്ടല്ലോ ഇന്നത് ആയി തീർന്നു എന്ന് പറയില്ല, അതാണ് എന്ത് അസൗബ് കസീറുൻ, വസ്ത്രം വളരെ ചെറുതാണ്, ചുരുങ്ങിയതാണ്, ചെറുതാണ് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇനി അത് നമുക്ക് എങ്ങനെ പറയണം, അങ്ങനെ വസ്ത്രം വളരെ ചുരുങ്ങിയത് ചെറുതായിരുന്നു എന്ന് പറയണമെങ്കിലോ സോറ സൗബു കസീറൻ, വസ്ത്രം ചെറുത് ആയിത്തീർന്നിരിക്കുന്നു എന്നർത്ഥം. മുമ്പ് എന്താ നല്ല ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്തു, വസ്ത്രം ആകെ എന്തായി, ചെറുതായിത്തീർന്നിരിക്കുന്നു. അഥവാ അവസ്ഥാമാറ്റം ഉണ്ടായിരിക്കണം എന്നാണ് സോറയുടെ അർത്ഥം. അപ്പോൾ വസ്ത്രം മുമ്പ് എന്തായിരുന്നു, ചെറുതായിരുന്നു, ഇപ്പം അത് ചെറുതാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആയിത്തീർന്നിരിക്കുന്നു. സോറ യസീറു, ആയിത്തീരുക എന്ന് പറയും. അപ്പോൾ വസ്ത്രം ചെറുതായതായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അടുത്ത അൽ ബർദു ഖാരിസുൻ എന്ന് പറഞ്ഞത്. അൽ ബർദ് എന്ന തണുപ്പ്, ഖാരിസ് എന്ന് പറഞ്ഞാൽ ശക്തമായത്. ഖറസാണ് തണുപ്പ് ശക്തമാവുന്നത് എനിക്ക്. അപ്പോൾ ഖാരിസുൻ എന്ന് പറഞ്ഞാൽ ശക്തമാവുന്നത്, തണുപ്പാകുന്നത് ശക്തമായതാണ് എന്നാണ് മുബത്തദ ഖബറും. ഇനി അത് സോറയുടെ കൂടെ വരുമ്പോഴോ സോറൽ ബർദു, തണുപ്പായി തീർന്നിരിക്കുന്നു. ഖാരിസൻ, ശക്തമായത്, അത് ശക്തമായതായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. കടുത്തതായിരിക്കുന്നു, കടുത്തത്, ശക്തം എന്നൊക്കെ അർത്ഥം എന്ത്, ഖാരിസിൻ്റെ അർത്ഥം. അപ്പോൾ തണുപ്പ് കടുത്തതായി തീർന്നിരിക്കുന്നു സോറ. ഓക്കെ, മാറ്റങ്ങൾ മനസ്സിലായല്ലോ. അൽബർദും അസാബും ഇവിടെ മുബത്തദയാണ്, കസീറും ഖാരിസും ഇവിടെ ഖബറാണ്. അത് സോറയുടെ കൂടെ വന്നപ്പോൾ പിന്നെ സോറയുടെ ഇസ്മായി മാറി സൗബും ബർദും, ആ സോറയുടെ ഖബറായിട്ട് കസീറും ഖാരിസും വന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ കാനയുടെ സഹോദരിമാരിൽപ്പെട്ട അടുത്തതാണ് ലൈസ. ലൈസ പറഞ്ഞാൽ അല്ല എന്നർത്ഥം കേട്ടോ. ലൈസ അല്ല. നമ്മൾ ലൈസക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മാലി മാത്രമുള്ള മുലാരി അമ്രൊന്നും അതിനുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈസ
ലൈസ എന്ന് പറഞ്ഞാൽ അല്ല എന്നാണ് അർത്ഥം കിട്ടുക. ഓക്കെ, കാനയുടെ അഹ്വാദിൽപ്പെട്ട ലൈസയുടെ അർത്ഥം അല്ല എന്നാണ്. അല്ല 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 എന്ന അറബിയിൽ കേട്ടോ, അല്ല എന്നുള്ള മലയാളത്തിലുള്ള അല്ല. ഓക്കെ, അൽ ഖാദിമു കവിയുൻ, സേവകൻ, കവിയുൻ ശക്തനാണ്. ഇനി നമുക്കിങ്ങനെ പറയണം, സേവകൻ ശക്തനല്ല. അപ്പോൾ ലൈസൽ ഖാദിമു കവിയൻ, സേവകൻ ശക്തൻ അല്ല. ഓക്കെ, ഇനി അൽ ആമിലു ജോലിക്കാരൻ, വേലക്കാരൻ, നശീത്തുൻ നല്ല ഉന്മേഷമുള്ള ആളാണ് എന്നാണ് മുബത്തദ ഖബറായപ്പോൾ. ഇനി അത് ജോലിക്കാരൻ ഉന്മേഷമുള്ളവൻ അല്ല എന്ന് പറയാണ്. അപ്പോൾ ലൈസൽ ആമിലു, ജോലിക്കാരനല്ല, നശീത്തൻ ഉന്മേഷമുള്ളവൻ അല്ല. ഓക്കെ, മാറ്റങ്ങൾ മനസ്സിലായല്ലോ. മുബത്തദായ ഖാദിമും ആമിലും ലൈസയുടെ കൂടെ വന്നപ്പോൾ ലൈസയുടെ ഇസ്മായി മാറി, പിന്നെ റഫ് തന്നെ. എന്നാൽ കവിയു നശീദ് എന്നുള്ളത് മുബത്തദ ഖബറിലെടുത്ത് ഖബറായിരുന്നു, മർഫു ആയിരുന്നു. എന്നാൽ ഇവിടെ ലൈസയുടെ കൂടെ വന്നപ്പോൾ ആ ഖബർ എന്തായി, ലൈസയുടെ ഖബറായി മാറി. അതുപോലെ തന്നെ നസ്ബ് കൊടുക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുക. അടുത്തത് അൻ നഹിമു മരീലുൻ. നഹിമ് എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ. നഹിമ ഫിഷൈ നഹ്മൻ വ നഹാമത്തൻ നഫറത്ത ഷഹ്വത വ റഗ്ബത ഫീ യുഖാലുഹു നഹിമ ഫി ത്വാമി വ നഹിമ ഫിൽ ഇൽമി വഹുവ നഹിമ വ നഹീം എന്ന് പറയാറുണ്ട്. അപ്പോൾ നഹിമ് എന്ന് പറഞ്ഞാൽ എന്ത് വിഷയത്തിലാണെങ്കിലും അതിയായിട്ട് താല്പര്യമുള്ളയാൾ എന്നർത്ഥം. അതിയായിട്ട് താല്പര്യമുള്ളയാൾ. സാധാരണ നഹിമ് ഉപയോഗിക്കാറുള്ളത് ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ നല്ല താല്പര്യമുള്ള ആളെന്നർത്ഥം. റപ്പായി എന്ന് പറയുമല്ലോ, ഭയങ്കര തിന്നുകൊണ്ടിരിക്കുന്ന, എപ്പോഴും അധികമായി ഭക്ഷണം കഴിക്കുന്ന ആളാണ് നഹിം. ഭക്ഷണത്തോട് അമിതമായി താല്പര്യമുള്ള നഹിം. മരീൽ, നഹിം പറഞ്ഞാൽ ഭക്ഷണ താല്പര്യമുള്ള എന്നർത്ഥത്തിനിക്കാണ് നഹിം, താല്പര്യമുള്ളവൻ എന്ന്. മരീലുൻ, അവൻ രോഗിയാണ്. ഇനി നമുക്ക് അങ്ങനെ എന്തായി, ഈ ഭക്ഷണം അധികമായി താല്പര്യപ്പെടുന്നയാൾ രോഗി ആയിരുന്നു എന്നർത്ഥത്തിനിക്ക്. അസ്ബഹൻ നഹിമു മരീലൻ, അധികമായി തിന്നുന്ന, അധികമായി ഭക്ഷണം കഴിക്കുന്ന ആൾ രോഗിയായിരിക്കുന്നു. അതുപോലെ തന്നെ അസ്ബഹൽ ജവ്വ് മുംതിറുൻ എന്നുണ്ട്. അൽ ജവ്വ് മുംതിറുൻ, അന്തരീക്ഷം മഴ വർഷിപ്പിക്കുന്നതാണ്, അഥവാ മഴ വർഷിപ്പിക്കുന്നതാണ് അന്തരീക്ഷം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നല്ല നോക്കുക, അൽ ജവ്വ് എന്ന് മുബത്തദ, മുംതിർ എന്നുള്ളത് ഖബർ. ഇനി അത് അസ്ബഹയായി മാറിയാണ്. അസ്ബഹൽ ജവ്വ് മുംതിറ, അസ്ബഹൽ ജവ്വു അന്തരീക്ഷമായി, മുംതിറൻ മഴ വർഷിപ്പിക്കുന്നതായി എന്നാണ് പറയുന്നത്. പിന്നെ അസ്ബഹക്ക് ഒരു പ്രത്യേക അർത്ഥം രാവിലെ സമയത്തായി എന്ന അർത്ഥം കിട്ടും കേട്ടോ. രാവിലെ സമയത്ത് അന്തരീക്ഷം നല്ല മഴ വർഷിപ്പിക്കുന്നതായി എന്ന് അർത്ഥം കിട്ടും. രാവിലെ സമയത്ത് ആവുക എന്നർത്ഥം അസ്ബഹയുടെ അർത്ഥം. പിന്നെ അടുത്തത് അൽ ആമിലു മുത്തഇബുൻ, ജോലിക്കാരൻ ക്ഷീണിതനാണ്, അഥവാ ഉദ്യോഗസ്ഥൻ ക്ഷീണിതനാണ്. ആമിൽ ജോലിക്കാരൻ എന്നൊക്കെ പറയാം. ഇനി അത് വൈകുന്നേര സമയത്ത് ജോലിക്കാരൻ ക്ഷീണിതനായിരിക്കുന്നു. അംസ എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയത്താവുക. അംസൽ ആമിലു, ജോലിക്കാരൻ വൈകുന്നേര സമയത്തായിരിക്കുന്നു. മുത്തഇബൻ, ക്ഷീണിതനായിരിക്കുന്നു. അതുപോലെ തന്നെ അസ്സഹ്റു ദാബിലുൻ, സഹ്റ് മുബത്തദ, ദാബിൽ ഖബർ. അസ്സഹ്റ് എന്ന പൂവ്, ദാബിലുൻ വാടിയതാണ് എന്ന് മുബത്തദ ഖബറാക്കി. ഇനി നമുക്ക് വൈകുന്നേര സമയത്ത് പൂവ് വാടിയതായിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ അംസദ് സഹ്റു ദാബിലൻ എന്നാവും. ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ മുബത്തദ ഖബറും അംസയുടെ കൂടെ വന്നപ്പോൾ മുമ്പത്തെ അവിടെ അംസയുടെ ഇസ്മായി, മുമ്പത്തെ ഖബർ അംസയുടെ ഖബറായിട്ട് മാറി ഇവിടെ. ഇനി അടുത്തത് അൽ ഗമാമു കസീഫൻ, അൽ ഗമാമു കസീഫൻ എന്ന് പറയുന്നത്. അൽ ഗമാം എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ, കസീഫുൻ തിങ്ങിയതായി, കട്ടിപ്പിടിച്ചതായി എന്നൊക്കെ പറയാം. നമ്മൾ കസീഫ് എന്ന് സാധാരണ പറയാറുള്ളത്, നമ്മൾ ഒന്നു ചെയ്യുന്ന സമയത്ത് താടിയിൽ തിക്കകറ്റണം. അവിടെ പറയുന്നുണ്ട് താടി എന്താണെങ്കിൽ തിങ്ങിക്കൂടിയതാണ്, അല്ലാണ് കസീഫ് എന്ന് പറയുക. ഉള്ളു കാണാത്ത കോലത്തിൽ തിങ്ങിക്കൂടി, അതാണ് കസീഫ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് കസീഫ്? അൽ ഒമാമു, ഒമാമ പറഞ്ഞാൽ മേഘങ്ങൾ, കസീഫൻ അത് തിങ്ങിക്കൂടിയിരിക്കുന്നു, കട്ടിയുള്ളതായിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അത് അൽഹ എന്ന് പറഞ്ഞാൽ ലുഹയുടെ സമയം. ഓക്കെ, നിർവാഹന സമയത്താണ് ലുഹ എന്ന് പറയുന്നത്. ലുഹ നിസ്കാരം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അൽഹൽ ഗമാമു, എന്ത് മേഘങ്ങൾ, കാർമേഘങ്ങൾ
രാവിലെ ദുഹയുടെ സമയത്തായിരിക്കുന്നു. കസീഫൻ നല്ല കട്ടി പിടിച്ചത് തിങ്ങിയതായിരിക്കുന്നു. അടുത്ത അശ്ശാരി മുസ്ദഹിമുൻ റോഡ് തിരക്കേറിയതാണ്. ഇനി പറയാണ് അൽഹശ്ശാരി രാവിലെ സമയത്തായിരിക്കുന്നു. അശ്ശാരി റോഡ് മുസ്ദഹിമൻ തിരക്ക് പിടിച്ചത് ആയിരിക്കുന്നു. ഇവിടെയൊക്കെ മനസ്സിലായല്ലോ. ഗമാ മുബത്തദ ഷാരി മുബത്തദ അതിൻ്റെ ഖബർ കസീഫ് മുസ്ദഹിമ്. പിന്നെ അത് അൽഹയിലേക്ക് മാറിയപ്പോൾ അവിടുത്തെ മുബത്തദ ഇവിടെ അൽഹയുടെ ഇസ്മായി മാറി, അവിടുത്തെ ഖബർ ഇവിടെ അൽഹയുടെ ഖബറായിട്ട് മാറി. ഓക്കെ. അടുത്തത് അൽ മത്തറു വസീറുൻ അല്ലേ, വസീറുൻ അൽ ഗുബാറു സായിറുൻ എന്ന് പറയുന്നത്. അൽ മത്തറു മഴ വസീറുൻ അതിസമൃദ്ധമാണ്, അത് ധാരാളമുണ്ട് എന്നർത്ഥം. നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നു, സമൃദ്ധമായതാണ്. അൽ ഗുബാർ പൊടി, സായുറുൻ വ്യാപിച്ചതാണ്, പരന്നതാണ് എന്നാണ്. ഇനി അത് വല്ല എന്ന് പറഞ്ഞാൽ പകൽ സമയത്താവുക എന്നാണ് അർത്ഥം കിട്ടേണ്ടത്. അപ്പോൾ വല്ലൽ മത്തറു മഴ പകൽ സമയത്തായിരിക്കുന്നു. വസീറൻ സമൃദ്ധമായത് അധികരിച്ചതായിരിക്കുന്നു. അടുത്ത വല്ലൽ ഗുബാറു സായിറൻ എന്നുള്ളിടത്ത് പകൽ സമയത്ത് പൊടിയായിരിക്കുന്നു, സായിറൻ വ്യാപിച്ചതായിരിക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ അടുത്തത് അവസാനത്തത് അൽ മിസ്ബാഹു മുത്തഖിദുൻ എന്ന് പറഞ്ഞാൽ തീയല മിസ്ബാഹന വിളക്ക് കത്തുന്നതാണ്. മുത്തഖിദുൻ കത്തുന്നതാണ്. അൽ മരീദ് രോഗി, മുതഅല്ലിമുൻ വേദനിക്കുന്നവനാണ്. മുതഅല്ലിമല്ലട്ടോ, മുതഅല്ലിം അംസണ്. അതിനിട്ടാലും മുതഅല്ലിമായി വിദ്യാർത്ഥി എന്ന്. ഇവിടെ മുതഅല്ലിം വേദനിക്കുന്നവനാണ് എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ബാത്ത എന്ന് ചേർത്ത് കൊടുക്കണം. ബാത്താണ് രാത്രി സമയത്താവുക എന്നർത്ഥം. ബാത്തൽ മിസ്ബാഹു വിളക്ക് രാത്രിയിലായിരിക്കുന്നു. മുത്തഖിദൻ പ്രകാശിക്കുന്നതായിരിക്കുന്നു, കത്തിയതായിരിക്കുന്നു. അതുപോലെ തന്നെ ബാത്തൽ മരീദു മുതഅല്ലിമൻ രാത്രി സമയത്ത് രോഗി ആയിരിക്കുന്നു. മുതഅല്ലിമൻ വേദനിക്കുന്നവനായിരിക്കുന്നു എന്ന് പറയുന്നത്. രാത്രി സമയത്ത് ആയിരിക്കുന്നു, വേദനിക്കുന്നവനായിരിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ മനസ്സിലായല്ലോ. മുബത്തദ ഖബറിൽ കാനയും അതിൻ്റെ സഹോദരിമാരും കടന്നാൽ മുമ്പത്തെ മുബത്തദ ഇവിടെ ആ കടന്നതിൻ്റെ ഇസ്മായി മാറും, മുമ്പത്തെ ഖബർ ഇവിടെ ആ കടന്നതിൻ്റെ ഖബറായിട്ട് മാറും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നല്ല ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ബഹ്സും നോക്കാം. ബഹ്സൊന്നുമില്ല. കുല്ലു മിസാലിൻ മിൽ ഖിസ്മിൽ അവലി യതഅല്ലഫു മിൻ മുബ്തദഇൻ വ ഖബരിൻ. ഇവിടെയുള്ള ഒന്നാം ഖിസ്മ് പറഞ്ഞാൽ ഇങ്ങനെ കാനയും സോറയും ചേരാത്ത അത് യതഅല്ലഫു അത് ഉണ്ടായിരിക്കുന്നു മിൻ മുബ്തദഇൻ മുബ്തദയും ഖബറും കൂടിയിട്ടുണ്ടായിരിക്കുന്നത്. വഹുമാ മർഫുആനി അത് രണ്ടും മർഫുകൾ, മുബ്തദയും ഖബറും മർഫുകളാണ്. കമാ അലിംത നീ മനസ്സിലാക്കിയ പോലെ. ഇനി വൈദാൻ അല്ലാത്ത ഇനി നോക്കിയാൽ ഇലാ ഖിസ്മി താനി രണ്ടാമത്തെ ഖിസ്മുണ്ടല്ലോ, കാനയും അതിൻ്റെ സുഹൃത്തുക്കളും ചേർന്നത്, അതിലേക്ക് നോക്കിയാൽ റായിത്തൽ അംസിലത്ത ഐനേഹ ആ ഉദാഹരണങ്ങളെ തന്നെ നിനക്ക് കാണാൻ പറ്റും. ബാദ അൻ ദഖല അലാ കുല്ലി മിന്ന അഹദുൽ അഫാല് ഇവിടെ കൊടുത്ത കാന സോറ ലൈസ അസ്ബഹ അംസ വഹ വല്ല ബാത്ത ഇവകളിൽ ഏതെങ്കിലും ഒന്ന് കടന്നതായിട്ട് നിനക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി വൈദാ തഅമ്മൽ തവാഖിറുൽ അസ്മാഇ ഫി ഹാദൽ ഖിസ്മി ഇങ്ങനെ രണ്ടാം ഖിസ്മ എന്ന് പറഞ്ഞല്ലോ, കാനയും അതിൻ്റെ സുഹൃത്തുക്കളും കടന്ന അതിൽ നീ പരിശോധിക്കുകയാണെങ്കിൽ വജത്തൽ ഇസ്മൽ അവല ഒന്നാമത്തെ ഇസ്മയെ നീ എത്തിക്കുന്നതാണ് മർഫുഅൻ റഫ് ചെയ്യപ്പെട്ടതായിട്ട് ഫീ കുല്ലി അംസിലത്തിൻ്റെ എല്ലാ ഉദാഹരണങ്ങളിലും. മനസ്സിലായല്ലോ. കാന സിഹാമു സോറ സൗബു ലൈസൽ ഖാദിമു അസ്ബഹൻ നഹിമു അംസൽ ആമിലു അലഹൽ വമാമു ലല്ലൽ മത്തറു ബാത്തൽ മിസ്ബ ഇവിടൊക്കെ വജത്തൽ ഇസ്മാൽ അവല മർഫൻ ഫി എല്ലാ ഉദാഹരണത്തിലും റഫ് ചെയ്തതായിട്ട് നീ കാണുന്നു. അതുപോലെ തന്നെ വൽ ഇസ്മസ്താനി എല്ലാത്തിലുള്ള രണ്ടാമത്തെ ഇസ്മകളോ മൻസൂബൻ ഫി ജമീഹിം അതൊക്കെ രണ്ടാമത്തെ വിഭാഗത്തെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ വിഭാഗത്തിലുള്ള രണ്ടാമത്തെ ലഫ്ലുകൾ അത് എപ്പോഴും നസ്ബ് ചെയ്യപ്പെട്ടതായിട്ടാണ് നീ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഷദീദൻ നലീഫൻ ഖസീറൻ ഖവിയൻ നഷീതൻ മരീദൻ മുംതിറൻ ആമുത്തൈബൻ ദാബിലൻ ഗസീബൻ മുസ്ദഹിമൻ വസീറ തായിറൻ മുത്തഖിദൻ മുതഅല്ലിമൻ ഇവകളൊക്കെ എന്താണ് എപ്പോഴും നസ്ബ് തന്നെയാണ്. പിന്നെ വമാ ഹദസ ഹദ തഗയ്യുറു ഇല്ലാ മിൻ ദുഖൂലിൽ അഫ്ആൽ മുതഖദ്ദിമ വമാ ഹദസ ഹദ തഗയ്യുറു ഈ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല ഇല്ലാ മിൻ ദുഖൂലിൽ അഫ്ആൽ മുതഖദ്ദിമ ഇവിടെ മുമ്പ് പറഞ്ഞ ഫീലുകൾ ഈ ഇസ്മുകളിൽ കടന്നിട്ടല്ലാതെ അത് കടന്നത് കൊണ്ടാണ് മാറ്റങ്ങൾ ഉണ്ടായത്. ഫഹാദിൽ അഫ്ആൽ ഈ ഫീലുകൾ കാനയും അതിൻ്റെ സുഹൃത്തുക്കളായ ഫീലുകളും ഇദാ തദ്ഖുലു അൽ മുബ്തദ വൽ ഖബരി മുബ്തദ ഖബറിൽ അത് പ്രവേശിച്ചാൽ ഫതർഫഉൽ അവല
ആ മുബത്തതയായതിനിക്ക് അത് റഫ് ചെയ്യും. വയുസമ്മ ഇസ്മഹ, എന്നിട്ട് ആ പ്രവേശിച്ചതിൻ്റെ കാനാണ് പ്രവേശിച്ചതെങ്കിൽ കാനയുടെ ഇസ്മ എന്ന് അതിനെ പറ്റി പറയും. വതൻസിബു സാനി, രണ്ടാമത്തെ ഇസ്മിനെ അത് നസ്ബ് ചെയ്യും. വയുസമ്മ ഖബറഹ, എന്നിട്ട് രണ്ടാമത്തതിനിക്ക് ആ കടന്ന ആ ഫീലിൻ്റെ ഖബർ എന്നും പറയും. വയഅമലുൽ മുളാരിഉ വൽ അംറു, ഇനി പറയുന്നത് വയഅമലുൽ മുളാരിഉ വൽ അംറു മിൻ ഹാദിഹിൽ അഫ്ആലി അമലഹ. ഇവിടെ നമ്മൾ മാലിയാണ് പറഞ്ഞത്, ഇതുപോലെ തന്നെ മുളാരി അമ്രൊക്കെ അമൽ ചെയ്യും. വയറ അന്ന ലൈസ, എന്നാൽ ലൈസ ഒഴിച്ച് എന്നർത്ഥം. ലൈസ ലായത്തി മിൻഹ മുളാരിഉൻ വല അമ്രു, ലൈസയിൽ മുളാരിയോ അമ്രോ ഒന്നും വരികയില്ല. ഇനി പറയണേ വൈദാ തദബ്ബർത മആനി ഹാദിഹിൽ അഫ്ആൽ, ഈ ഫീലുകൾ ഇവിടെ നമുക്ക് പ്രവേശിച്ച ഫീലുകളുണ്ടല്ലോ, ആ ഫീലുകളെന്ന് നമ്മൾ അർത്ഥങ്ങൾ പരിശോധിച്ചാൽ വജത്ത അന്ന കാന, ഓരോന്നിൻ്റെ അർത്ഥം പറയാം കേട്ടോ. വജത്ത, നീ മനസ്സിലാക്കുന്നതാണ്. അന്ന കാന, കാന എന്നുള്ളത് തുഫീദു, അത് അറിയിക്കുന്നു ഇത്തിസാഫൽ മുബത്തദ ബിൽ ഖബരി ഫി സമനിൽ മാലി. ഇത്തിസാഫൽ മുബത്തദ ബിൽ ഖബർ, മുബത്തദയും ഖബറും ബന്ധിച്ചിരിക്കുന്നു ഫി സമനിൽ മാലി, കഴിഞ്ഞ കാലത്തിൽ. അപ്പോൾ കാന ആയിരുന്നു എന്നല്ല, അപ്പോൾ കഴിഞ്ഞ കാലത്തിൽ അങ്ങനെ ബന്ധിച്ചിരിക്കുന്നു എന്നറിയിക്കാനാണ് കാന ഉപയോഗിക്കുന്നത്. എന്നാൽ സോറയ തദുല്ലു അലാ തഹവ്വുലിൽ മുബത്തദ ഇലാ ഹാലിൻ ഇലാ ഹാലിൻ. തഹവ്വുലുൽ മുബത്തദ മാറിയിരിക്കുന്നു മിൻ ഹാലിൻ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക്. ഇവിടെ സൗബ് ഖസ്ർ എന്ന വസ്ത്രം ചുരുങ്ങിയതാണ് എന്നുള്ള ഒരവസ്ഥയായിരുന്നു, എന്നാൽ ആയി തീർന്നിരിക്കുന്നു എന്നുള്ളത് മറ്റൊരവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. എന്നാൽ അടുത്തത് വലൈസ, ലൈസയോ തുഫീദു നഫി, അത് നഫീനെ അറിയിക്കുന്നു. ഇനി നഫീനെ അറിയിക്കുന്നതാണ് ലൈസ. പിന്നെ പറയാനുള്ളത് അസ്ബഹ, അംസ, അള്ളഹ, വല്ല, ബാത്ത, ഇവകൾ തുഫീദു, അത് അറിയിക്കുന്നു തൗഖീത, സമയം പറയലിനെ, ഇത്തിസാഫൽ മുബത്തദ ബിൽ ഖബരി, മുബത്തദ ഖബറിനെ മുബത്തദ കൊണ്ട് ശേഷം പറയലിന്, സമയം പറയലിനെ ഉദ്ദേശിക്കുന്നു. അതിലേക്ക് അഫാദ് യുഫീദു, അറിയിക്കുന്നു എന്നർത്ഥം. ഏതൊക്കെ? അസ്ബഹ ആണെങ്കിൽ ബിസ് സ്വബാഹി, രാവിലെ എന്നർത്ഥം അതിൽ കിട്ടും. അതുപോലെ തന്നെ അംസ എന്നാണെങ്കിൽ മസാഇ എന്നോ, അൽഹ എന്നാണെങ്കിൽ ലുഹ എന്നോ, വല്ല എന്നാണെങ്കിൽ പകല് നഹാറ് എന്നോ, ബാത്ത എന്നാണെങ്കിൽ രാത്രി എന്നോ അർത്ഥം കിട്ടുന്നു. തർത്തീബ് അടിസ്ഥാനത്തിൽ. അപ്പോൾ അംസാണെങ്കിൽ അസ്ബഹ ആണെങ്കിൽ സ്വബാഹ്, അംസാണെങ്കിൽ മസായ, അൽഹാണെങ്കിൽ ലുഹ, വല്ലാണെങ്കിൽ നഹാറ്, ബാത്ത എന്നാണെങ്കിൽ ലൈല്. അപ്പോൾ ഇങ്ങനെ അർത്ഥങ്ങളുടെ മേലെ അറിയിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. പാഠത്തിൽ പറയാനുള്ളത് കാനയും അതിൻ്റെ അഹവാത്തുകളും എന്നാണ്. അപ്പോൾ അതിന് ഓരോ അർത്ഥങ്ങളുണ്ട്. അസ്ബഹയ്ക്ക് രാവിലെ, അംസയ്ക്ക് വൈകുന്നേരം, അൽഹാന ലുഹയുടെ സമയം, വല്ലാന പകൽ സമയം, ബാത്താറിന രാത്രി. അത്രേ ഉള്ളൂ. ഇനി അതിൻ്റെ കായികകളൊന്ന് നോക്കുക. തദ്ഖുലു കാന, കാന പ്രവേശിക്കുന്നതാണ്. അൽ മുബത്തദ വൽ ഖബർ, മുബത്തദ ഖബറിൽ അത് കാന പ്രവേശിക്കുന്നതാണ്. മുബത്തദ ഖബറാണ് ജുംലത്തുൽ ഇസ്മിയയിൽ അത് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ തർഫഉൽ അവല, എന്നിട്ട് മുബത്തദയായ ഒന്നാമത്തെ ഇസ്മിനിക്ക് അത് റഫ് ചെയ്യുന്നതാണ്. വയുസമ്മ ഇസ്മഹ, ആ ഒന്നാമത്തതിനിക്ക് പേര് വെക്കപ്പെടുകയും ചെയ്യുന്നു. ഇസ്മഹ, ആ പ്രവേശിച്ചതിൻ്റെ കാനയുടെ ഇസ്മ എന്ന് പേര് വെക്കപ്പെടുന്നു. ഓക്കെ. വതൻസിബു സാനിയ, എന്നാൽ രണ്ടാമത്തതിനിക്ക്, അഥവാ മുബത്തദയും ഖബർ എന്നുള്ള ഖബറിന് വതൻസിബു സാനിയ, നീ ഖബർ എന്ന് നസ്ബ് ചെയ്യുന്നു. വയുസമ്മ വതൻസിബു സാനിയ, രണ്ടാമത്തെ ഇസ്മിനിക്ക് എന്ത് ചെയ്യുന്നു? മുബത്തദ ഖബർ എന്നുള്ള ഖബറിൽ എന്ത് ചെയ്യുന്നു? നീ നസ്ബ് ചെയ്യുന്നു. വയുസമ്മ ഖബറ, എന്നിട്ട് ആ പ്രവേശിച്ച ആ ഫീലിൻ്റെ ഖബർ എന്ന് അതിന് പറയുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഈ മിസ്ലു കാനയെ പോലെ തന്നെയാണ് ഫീമാ തക്കദ്ദമ, ഈ മുമ്പ് പറഞ്ഞ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേക്ക് റഫ് ചെയ്യും, അതിൻ്റെ ഇസ്മ എന്ന് പറയും. രണ്ടാമത്തേക്ക് നസ്ബ് ചെയ്യുകയും അതിൻ്റെ ഖബർ എന്ന് പറയുകയും ചെയ്യും എന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ. അതിൽ കാനയെ പോലെ തന്നെയാണ് സോറയും ലൈസയും അസ്ബയും അംസയും അല്ലാഹയും വല്ലയും ബാത്തയും തുസമ്മ ഹാദിഹിൽ അഫ്ആൽ, ഈ ഫീലുകൾക്ക് പേര് വെക്കപ്പെടുന്നു. ഹാദിഹിൽ അഫ്ആൽ അഖവാതി കാന, കാനയുടെ സഹോദരിമാർ എന്ന് പേര് പറയുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? കാനയെ പോലെ തന്നെ മുബത്തദയും ഖബറിലും പ്രവേശിച്ചിട്ട് മുബത്തദ മാറ്റിയിട്ട് ഇസ്മാക്കും, ഇസ്മുവിനെ മർഫുവായിരിക്കും. പിന്നെ ഖബർ എന്നുള്ളത് ഖബർ തന്നെ, അത് മൻസൂബുമായിരിക്കും. ഓക്കെ. ഇനി പറയുന്നത് ലികുല്ലി ഫഇലി മിൻ ഹാദിൽ അഫ്ആലി, എല്ലാ ഫിലുകളും, ഇവിടെയുള്ള എല്ലാ ഫിലുകൾക്കും ഉണ്ട് ഫഇൽ മുളാരിഉൻ, മുളാരികളുണ്ട്. ഹാദിൽ അഫ്ആലി ഫിലുകൾക്കുണ്ട് മുളാരിഉൻ വ അംറുൻ, മുളാരി അമ്രുകളൊക്കെ ഉണ്ട്. യഅമലാനി അമലൽ മാലി, അത് മാലിയുടെ അമൽ ചെയ്യുന്നു. ഇല്ലാ ലൈസ, എന്നാൽ ലൈസ ഒഴിച്ച് ഫലാ യഅതി മിൻഹാ മുളാരിഉൻ വല അംറുൻ, ആ ലൈസയിൽ നിന്ന് മുളാരിയോ അമ്രോ ഒന്നും വരികയില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. കായികകളൊന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അസ്സലാമു അലൈക്കും.